അപ്പോൾ നമ്മളൊക്കെ പുതിയ കമൻ്റ് അയക്കുന്ന ആൾ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ച വർഷം. അപ്പോൾ ഞാൻ പറഞ്ഞു 2000-ന് ശേഷമാണ്. അപ്പം പുള്ളി കറക്റ്റ് ഇയറൊക്കെ ചോദിച്ചു. ഞാൻ അത് പലതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്തിനാണ് ഇത്ര സസ്പെൻസ് വെക്കുന്നതെന്ന്. അതെല്ലാം ഞാൻ സസ്പെൻസായിട്ട് വെക്കുന്നത് ഞാൻ മറ്റൊരു കാൽക്കുലേഷനിലൂടെയാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്നൊരു തുറന്ന പുസ്തകമാക്കി ഇടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കാം. അതിൽ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളിക്കണം. അങ്ങനെ മുന്നോട്ട് പോയി വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു കാര്യം വരുമ്പോൾ അതുകൂടെയൊക്കെ ചേർത്ത് പറഞ്ഞ്, കാരണം അതിലൊക്കെ കുറേ സംഭവങ്ങൾ കാണും എനിക്ക് പറയാൻ. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇമ്പം കിട്ടുന്ന, അങ്ങനെ പറയട്ടെ, ഇമ്പം കിട്ടുന്ന രീതിയിൽ ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സസ്പെൻസായിട്ട് ഇടുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. അതിന് ഓരോ സമയമാവട്ടെ. ആ സമയമാകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ. പിന്നെന്തായിരുന്നു, നമ്മളുടെ കുഞ്ഞിലത്തെ ശീലങ്ങൾ അതൊക്കെ നമുക്കും മനസ്സിലാകും. കുറേയൊക്കെ പ്രായം കൂടി വരുമ്പോഴും ജീവിതത്തിലെ ഓരോരോ പാഠങ്ങളിലൂടെ നമുക്ക് പലതും മനസ്സിലാവും. നമ്മുടെ ശീലങ്ങൾ പലതും തെറ്റുണ്ട്, പലതിനും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഇങ്ങനെയാണ്, അധികം മാറുമൊന്നും വേണ്ട. കാരണം അത് നമ്മുടെ പിടിവാശി എന്ന് പറയാമല്ലോ. എനിക്കിത്തിരി പിടിവാശിയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു പിടിവാശി ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, അതെനിക്ക് തന്നെ അറിയാം. എൻ്റെ മോശം സ്വഭാവമാണ് ആ പിടിവാശി എന്നുള്ളത്. പക്ഷേ കൂടുതൽ പേരും അതങ്ങ് സാധിച്ചു തരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ ആഫ്റ്റർ മാരേജ് മൊത്തത്തിൽ ചേഞ്ച് ആണല്ലോ. അപ്പം ഇപ്പോൾ അവളുടെ പിടിവാശിക്ക് ഞാൻ പറയും എന്നെപ്പോലെ ആവരുത് എന്ന് ഞാൻ പറയുന്ന ആളാണ്. അപ്പം അതൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല, അത് വലിയൊരു പോരായ്മയാണെന്ന് എനിക്ക് തന്നെ അറിയാം. ഒരിക്കലും ഞാനിങ്ങനെ പഴയ രീതിയിൽ നിന്ന് കുറച്ചൊരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, നീ പഴയ ആളല്ല, ഇപ്പം ഒരുപാട് മാറി. ഞാൻ ചോദിച്ചു, നീ പറ, ഇപ്പോഴത്തെ ഞാനാണോ പഴയ ഞാനാണോ നല്ലത്? അപ്പോൾ അവൾ പറഞ്ഞു എന്തെന്നറിയാം, നീ പഴയ ആളായാൽ മതി, അതാ നല്ലത്, ഇപ്പോഴത്തത് ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന്. ഞാൻ പറഞ്ഞേ അതെന്താ അങ്ങനെ? ഇപ്പോഴത്തെ പഴയ സൗമ്യയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ആ പഴയ സൗമ്യയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവർക്കൊക്കെ ആവശ്യമുണ്ടായിരിക്കാം എന്നിൽ നിന്ന്, അതുകൊണ്ടാവാമെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ ചേച്ചി കേൾക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ മറന്നില്ലേ എന്ന് പറയും. പക്ഷേ എൻ്റെ അപ്പച്ചയുടെ മോള് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ശരി, എനിക്ക് വല്ല മാറ്റമുണ്ട്? ഒരു മാറ്റമില്ല, അതുപോലെ തന്നെയുണ്ടെന്ന് പറയാം അവൾ. അപ്പോൾ അതും ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ എന്നെ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അതൊരു പക്ഷേ ഈ പുറമേ നിന്നുള്ള ആളുകൾക്ക് എൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾക്കെല്ലാം എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ. അപ്പം അതെല്ലാ കാര്യങ്ങളും എന്നെക്കുറിച്ച് അറിയാവുന്ന എനിക്ക് മാത്രമാണ്. അപ്പോൾ അതിലൊക്കെ ഓരോന്നിലും ഞാൻ എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ എടുത്തു തീരുമാനം, ഇതൊക്കെ അറിയാവുന്ന എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഞാൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ മാറ്റം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കെതിരെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഉണ്ടാവണം. ശരിയല്ലേ? എന്തായാലും മാറ്റമില്ലാത്ത മാറ്റത്തിന് നമ്മൾ പക്ഷേ മാറിയേ പറ്റുള്ളൂ. ഓക്കെ, ഞാനും മാറാൻ ശ്രമിക്കാം കേട്ടോ.